സഹായിക്കുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇതിലായിരിക്കുന്ന ദേവദാസൻ സാം വർഗീസ് കൂടി വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സ്റ്റഡി നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. വീഡിയോ ഓൺ ചെയ്യാൻ കഴിയുന്ന ദൈവമക്കൾ വീഡിയോ ഓൺ ചെയ്യുന്നത് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരിക്കും. ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഗലാത്യ ലേഖനം അതിൻ്റെ 4 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പാൻ ദൈവം കൃപ ചെയ്തു. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 ആണ്. അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 and 2 നമ്മൾ പഠിച്ചത് പോൾസ് എക്സ്പീരിയൻസ് വിത്ത് ഗ്രേസ്, പൗലോസിൻ്റെ കൃപയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് സുവിശേഷം അല്ലെങ്കിൽ ദ ഗോസ്പൽ. പിന്നെ ചാപ്റ്റർ 1 വേഴ്സ് 1 to 11 നമ്മൾ പഠിച്ചു അനദർ ഗോസ്പൽ, മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച്. അവിടെ നമ്മൾ അനദർ ഗോസ്പലിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ചാപ്റ്റർ 1 വേഴ്സ് 12 to 26 ദ ഗോസ്പൽ ദാറ്റ് ചേഞ്ച് പോളിനെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം, അല്ലെങ്കിൽ പൗലോസിന്റെ ജീവിതത്തോട് അനുബന്ധിച്ച് തൻ്റെ ജീവിതവുമായി തട്ടിച്ചുകൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ചാപ്റ്റർ 2 വേഴ്സ് 1 to 10 പോൾസ് ഡിഫൻസ്, ഈ ഫോൾസ് ഡോക്ടറിനുമായിട്ട് എഴുന്നേറ്റവർ തനിക്കെതിരെ ആരോപണവുമായിട്ട് വന്നപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. 2 വേഴ്സ് 11 to 21 പോൾ വേഴ്സ് പീറ്റർ, പോളും പീറ്ററുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പത്രോസിന്റെ ആ സമയത്തുണ്ടായ ചില കപടഭക്തിയെ അദ്ദേഹം വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ചാപ്റ്റർ 3 and 4 പോൾസ് ഇൻസ്ട്രക്ഷൻ അബൌട്ട് ഗ്രേസ്, കൃപയെക്കുറിച്ചുള്ള പൗലോസിന്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പഠിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് 3 വേഴ്സ് 1 to 5 ബിവിച്ച്ഡ്, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെന്നുള്ളത്. 3 വേഴ്സ് 6 to 25 ദ പ്രോമിസ് ഓഫ് അബ്രഹാമിൽ കൂടുള്ള വാഗ്ദത്തങ്ങൾ. 3 വേഴ്സ് 26 to 4 വേഴ്സ് 7 സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളെങ്കിൽ അവകാശികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 4 വേഴ്സ് 8 to 20 പോൾസ് കൺസേൺ അബൌട്ട് ഗലേഷ്യൻസ്, പോളിന്റെ ഗലാത്യരെ കുറിച്ചുള്ള അതിന്റെ കൺസേൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 4 വേഴ്സ് 21 to 31 നമ്മൾ ഹാഗാർ ആൻഡ് സാറ, 2 നിയമങ്ങൾ അല്ലെങ്കിൽ 2 കവനൻസ് ആയിരുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 5 അത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചതാണ്. 1-ാമത്തെ വാക്യത്തിൽ പറയും, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പില്ല, അടിമ നിഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇനി തുടർന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഫ്രീഡം എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ദ ഫ്രീഡം മെന്റ് ടു ബി, എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത്, സ്വാതന്ത്ര്യം എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് നൽകിയത്. അത് എന്താ പറയുന്നത്, അനേക സ്വാതന്ത്ര്യത്തെ അത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് പോകുവാനല്ല, അതിൽ കടന്നുപോയി നമ്മൾ അല്ലെങ്കിൽ അടിമ നുഖത്തിൽ കടന്നു പോകാനായിട്ടല്ല, എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയതെന്ന് മനസ്സിലാക്കുവാൻ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ ഈ ചാപ്റ്റർ 5 and 6 നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫോൾസ് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫോൾസ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേസിനെ കുറിച്ച് അല്ലെങ്കിൽ കൃപയിൽ ജീവിക്കുന്ന എങ്ങനെയെന്നുള്ളതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ചാണ് അത് 5-ഉം 6-ഉം അധ്യായത്തിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് അർത്ഥപൂർണമാകത്തുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ പഠിക്കുന്നതും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ലെന്ന് ദൈവവചനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പം പ്രാക്ടിക്കാലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, പ്രായോഗിക ജീവിതം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.
നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാകണം. അവർ ബിലീഫ് ദാറ്റ് ഷുഡ് ഇമ്പാക്ട് അവർ ബിഹേവിയർ. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണിക്കുവാൻ നമ്മൾ ഇടയായി തീരട്ടെ. അവർ ഡോക്ട്രിൻ ഷുഡ് ബി ഡെഫിനറ്റ്ലി ഇമ്പാക്ട് അവർ ലൈഫ് സ്റ്റൈൽ. അല്ലെങ്കിൽ നമ്മൾ ഉപദേശം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിത രീതിയെ സ്വാധീനിക്കുന്നതായിരിക്കണം. ഇതാണ് പൗലോസ് ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഫോർ ഫ്രീഡം ക്രൈസ്റ്റ് സെറ്റ് us ഫ്രീ. സ്വാതന്ത്ര്യത്തിനായിട്ട് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. സത്യം മാത്രം പോരാ, ഫലം കൂടി നമ്മൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അല്ലിയ അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ അത് സ്വാധീനമുണ്ടാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ പുറത്തു വരികയും ചെയ്യണം. ആ ഫലം പുറപ്പെടുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത്. അതിന് പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ജഡത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ നേരത്തെ കഴിഞ്ഞ 4th ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ അവിടെ ആ ഭവനത്തില് ഐസക്കും ഉണ്ടായിരുന്നു, ഇസ്മായിലും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അല്ലെങ്കിൽ ഇസ്മായിൽ എപ്പോഴും ഐസക്കിനെ മോക്ക് ചെയ്തിരുന്നത് നമ്മൾ കാണുവാൻ കഴിഞ്ഞു. തീർച്ചയായും ആ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു 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 ബലപ്രയോഗം എപ്പോഴും കാണാം. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിയാം, നമ്മൾ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ആത്മാവിനാൽ ഈ ജഡത്തെ മരിപ്പിക്കണം, അല്ലെങ്കിൽ ഈ ആത്മാവിൽ നമ്മൾ അതിന്മേൽ ജയമെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ ആത്മാവിനെ നമ്മൾ പകർന്നത്. മനുഷ്യ ആത്മാവിന് അതിന് കഴിയത്തില്ല. അവിടെ നമ്മൾ കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാൻ ഈ വചന പഠനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ പഠിച്ചത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ചാൻസ് ഉണ്ട്. ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് വചനത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ വചനത്തിൽ വേരൂന്നി വസിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം, പല വിശ്വാസികളും ആദ്യ വിശ്വാസം വളരെ ശക്തമായിട്ടായിരിക്കും, ദൈവസ്നേഹത്തിൽ അവർ കടന്നു വരും. എന്നാൽ പലപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ കാറ്റിനാൽ അലയുന്ന ജീവിതം പോലെ അവർ അതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാണ്ട് പിന്മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവം സ്വതന്ത്രരാക്കി, ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നിൽക്കണം. നമ്മൾ കുടുങ്ങിപ്പോകുവാൻ നമ്മൾ ഇടവരരുത്. നമുക്കറിയാം, വിത്ത് വിതച്ചവരുടെ ഉപമയെക്കുറിച്ച് നമുക്കറിയാം. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 5 to 15 ആ വിത്ത് വീണ വിധങ്ങളൊക്കെ നമുക്കറിയാം. നല്ല നിലത്ത് വീണതുണ്ട്, പാറസ്ഥലത്ത് വീണതുണ്ട്. എന്തു പറ്റിയും നമുക്കറിയാം. ആ വാക്യം ഒന്ന് വായിക്കുന്ന അനുഗ്രഹമായിരിക്കും. ലൂക്ക് ചാപ്റ്റർ 8 വേഴ്സ് 5 to 15. ഇവിടെ പറയുന്നു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണു മുളച്ചു, നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുള്ളുകൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു മുളച്ച് 100 മേനി ഫലം കൊടുത്തു. ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. താഴോട്ട് പറയുന്നു, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും കേൾപ്പാതിരിപ്പാനും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളാലത്രേ. അതിന്റെ വേഴ്സ് 12 പറയുന്നു, വഴിയരികെ ഉള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ചു രക്ഷപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളതോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനടിയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ജനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി
പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. തീർച്ചയായും ഹല്ലേലൂയ, നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഹല്ലേലൂയ, എപ്രകാരം നമ്മൾ ആയിരിക്കുന്നു, അല്ലെ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാണോ നമ്മൾ? അല്ല, അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോക ചിന്തകളിൽ ഞെരുങ്ങി അല്ല ദൈവം ആഗ്രഹിക്കുന്ന ഫലത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെ നമ്മൾ കേൾക്കുന്ന വചനം കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അത് ഉപകാരമായി തീരത്തില്ല. തീർച്ചയായും പലരുടെയും ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ആദ്യ വിശ്വാസത്തിൽ കടന്നു വരുന്നു, എന്നാൽ ആ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാണ്ട് അവർ നശിച്ചു പോയതായിട്ട് അല്ലെങ്കിൽ പിൻവാങ്ങിപ്പോയതായിട്ട് കാണുവാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24-27 പറയുന്നത്, പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞ വ്യക്തിയുടെയും മണലിന്മേൽ ഭവനം പണിഞ്ഞ വ്യക്തിയുടെയും വിഷയം നമുക്കറിയാം. ആഴെ കുഴിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുന്നെങ്കിൽ ആ ഭവനം നിലനിൽക്കും. എന്നാൽ മണലിന്മേലാണ് പണിയുന്നതെങ്കിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ, ഞാൻ വാക്യം വായിക്കുന്നില്ല, ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ അപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അത് വീഴ്ച വലുതായിരിക്കും. തീർച്ചയായും പലരുടെയും അവസ്ഥ ഇതാണ്. ക്രിസ്തുവിൽ വേരൂന്നാതെ വചനത്തിൽ വേരൂന്നാതെ പലപ്പോഴും പല പണികൾ ചെയ്തും മുന്നോട്ട് വരും. എന്നാൽ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ, ഉറച്ചു നിൽപ്പാൻ കഴിയാത്ത അവസ്ഥ, തീർച്ചയായും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ലോകമനുഷ്യരെ പോലെ ആടി ഉലഞ്ഞ് അവരുടെ ജീവിതം നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ടാണ്. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കി. നമ്മളായിരുന്ന അവസ്ഥകളിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ സകലതും നിർവഹിച്ചു. പിന്നെയും അതിലേക്ക് നമ്മൾ തിരികെ പോകുവാൻ ഇടയാകരുത്. ഇടയാകുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് ഇത് പറയുന്നത്, അവരോട്, ഗലാത്യരോട് പറയുന്നത്, നിങ്ങൾ അതിലേക്ക് അവരുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ആ അനദർ ഗോസ്പലിലേക്ക് നിങ്ങൾ തിരിച്ചു പോകല്, അല്ലെങ്കിൽ നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അത് പുത്രത്വത്തിന്റെ ആത്മാവിൽ നിന്ന് നിങ്ങൾ മാറി മറ്റൊരു സുവിശേഷത്തിലേക്ക് അവസ്ഥയിലേക്ക് കടന്നു പോവാൻ ഇടയായി തീരും. വേഴ്സ് 5-ാം അധ്യായം അതിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ലെന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ദൈവമക്കളെ, ഞാൻ ഈ വചനം എടുത്ത് പരിശോധിച്ചപ്പോൾ ദുരുപദേശകന്മാരെ കുറിച്ച് നമ്മൾ താഴോട്ട് പഠിക്കാം. അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടാണ് കർത്താവ് ഇടപെട്ടിരിക്കുന്നത്. മറ്റുള്ള പാപം ചെയ്യുന്നതിനേക്കാൾ വളരെ ശക്തമായിട്ട് കർത്താവ് അവരോട് ഇടപെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ദുരുപദേശത്തിൽ വീണു പോകുവാൻ ഇടയിൽ വരരുതെന്ന് പൗലോസ് ഇവിടെ പറയുന്നു ശക്തമായിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനദർ ഗോസ്പൽ, ദുരുപദേശത്തിന് കീഴിൽ നമ്മൾ ആയിപ്പോയാൽ കർത്താവിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ദുരുപദേശത്തിന് കീഴിൽ നമ്മൾ ആയാൽ ദൈവിക വാഗ്ദത്തങ്ങളോ നമ്മൾ മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത്, കർത്താവിന്റെ നമ്മുടെ രക്ഷ തന്നെ അഗണ്യമാക്കി കളയുന്ന അവസ്ഥയാണെന്ന് വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വചനത്തിൽ നമ്മൾ വളരെ വേരൂന്നി വേണം വസിക്കുവാൻ. ഒരിക്കലും അതിലേക്ക് മാറിപ്പോവാൻ ഇടവരരുത്. അതിൽ വളരെ നിശ്ചയമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ വരും. ദൈവത്തിന് തന്റെ പ്രമാണം അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. മറ്റൊരു ഗോസ്പലുമായി അല്ലെങ്കിൽ ദൈവവചനത്തിന് വിപരീതമായിട്ടാണ് നമ്മുടെ ജീവിത രീതി എങ്കിൽ, ദൈവവചനം വിട്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എപ്പോഴും ഈ ലോകത്തിൽ ദുരുപദേശം അനേകമുണ്ട്. നമുക്ക് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിൽ അത് വളരെ സ്നേഹത്തിലൊക്കെ കടന്നു വന്ന് അത് നുഴഞ്ഞു കയറുമെന്ന് നേരത്തെ നമ്മൾ കേട്ടു. ക്ഷുദ്രം ചെയ്ത് മയക്കുന്ന പോലെ ആക്കി കളയുമെന്ന് നമ്മൾ കേട്ടു. അത് അത്ര ശക്തമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം,
നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിന് വിപരീതമായി നീങ്ങുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യവസ്ഥ പ്രകാരമായിരിക്കത്തില്ല. അവിടെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസരം കടന്നു വരും. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പം തുടർന്ന് നമ്മൾ പഠിക്കുന്നത് ഡേഞ്ചേഴ്സ് ഓഫ് ഫോൾസ് ഡോക്ട്രിൻസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ഫോൾസ് ഡോക്ട്രിൻസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് ഈസ് ഓഫ് നോ വാല്യൂ. ക്രിസ്തുവിനെ കൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഒരു പ്രയോജനവും ഇല്ലാതായിത്തീരും. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചു. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ ഫുള്ളായിട്ട് ന്യായപ്രമാണം അനുസരിച്ചു കഴിഞ്ഞാൽ ആ രക്ഷ നമുക്ക് ലഭിക്കും. എന്നാൽ ന്യായപ്രമാണം മുഴുവനായി അനുസരിക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അത് യേശു ക്രിസ്തു മാത്രം അത് ചെയ്തു. അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി നമുക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ, അല്ലെങ്കിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദനയും മാസങ്ങളും കാലങ്ങളും ഇതൊക്കെ അനുസരിക്കാൻ കടന്നുപോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, കർത്താവിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അത് വൃഥാവായി പോവും, അതിനൊരു പ്രയോജനവും ഇല്ലമായി തീരുമെന്ന് അവിടെ പറയുന്നു. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നത് ഒബ്ലിഗേറ്റഡ് ടു കീപ് ദ ഹോൾ ലോ. അപ്പം ന്യായപ്രമാണം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവൻ അനുസരിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ മുഴുവൻ കുറ്റക്കാരായി തീരും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ തന്നെ എടുക്കാം. ഞാനിപ്പം വണ്ടി ഇവിടെ ഡ്രൈവ് ചെയ്യുക, ഇവിടെ പോലീസുണ്ട്. അപ്പം ഞാൻ ഓവർ സ്പീഡ് ചെയ്തു. ഓവർ സ്പീഡ് ചെയ്തപ്പോഴത്തേക്കും ഗാർഡ് എന്നെ പിടിച്ച് അവർ ഫൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അവരോട് പറയുക, സർ, ഞാൻ ഇതുവരെയും വഞ്ചിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കറപ്ഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ വളരെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഇപ്പോൾ ഇതൊരു തെറ്റ് പറ്റി, അതുകൊണ്ട് എന്നെ ഫൈനിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞാൽ അവരത് ചെയ്യുമോ? അവർക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാ ഈ ന്യായപ്രമാണം എല്ലാം അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിക്കഴിഞ്ഞാൽ അവൻ മുഴുവത്തിലും തെറ്റിപ്പോയെന്നാ പറയുന്നത്. അവിടെയാണ് കർത്താവ് നമുക്ക് വേണ്ടി പുതുവഴി യേശു ക്രിസ്തു ഒരു പുതുവഴി നമുക്ക് വേണ്ടി തുറന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലായാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. ന്യായപ്രമാണം പ്രമാണിക്കുന്നവൻ അത് മുഴുവനും പ്രമാണിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നിലനിൽപ്പുള്ളൂ. പിന്നെ തേർഡ്, ഫോളൻ ഫ്രം ദ ഗ്രേസ്. അല്ലെങ്കിൽ കൃപയിൽ നിന്ന്, അത് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, കൃപയിൽ നിന്ന് നിങ്ങൾ വീണുപോയി. അപ്പൊ കൃപ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്ന് ഗലാത്യരോട് പറയുക. കൃപയിൽ നിങ്ങൾക്ക് ഇനി ആശ്രയിക്കാൻ കഴിയത്തില്ല. ഈ രണ്ടിടത്തും കൂടെ നിങ്ങൾക്ക്, ന്യായപ്രമാണത്തിലും കൃപയിലും നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ രണ്ട് വള്ളത്തിൽ നമ്മൾ കാല് വയ്ക്കുന്ന പോലെയുള്ള അവസ്ഥയാണെന്ന് അവരോട് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് ക്രൂശിൽ എല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഇനി ഒന്നും കൂട്ടുവാണ്ട് ആവശ്യമില്ല. അതുമായിട്ടാണ് ഈ ജുഡായിസേഴ്സ് അല്ലെങ്കിൽ പരീശന്മാർ കടന്നു വന്നത്, അല്ലെങ്കിൽ ന്യായശാസ്ത്രിമാർ കടന്നു വന്നത്. ഇതും കൂടെ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 5 and 6. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പോൾ എങ്ങനെയാ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് ദൈവം രക്ഷ നൽകി, തുടർന്ന് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന പൗലോസ് അവരോട് പഠിപ്പിക്കുന്നത്? സ്നേഹത്തിലൂടെ വേണം പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ആ സ്നേഹത്തിൽ വേണം ഈ ഫെയ്ത്ത് അല്ലെങ്കിൽ
ഫെയ്ത്ത് വർക്കിംഗ് ത്രൂ ലവ്, അല്ലെങ്കിൽ ആ ഫെയ്ത്ത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേണം നമ്മൾ ചെയ്യുവാനാണ്. അപ്പം ഈ കൃപ നമുക്ക് ലഭിച്ചെങ്കിൽ അല്ലെ സ്നേഹത്തിലൂടെ വേണം അല്ലെ മുന്നോട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാൻ, ആ പ്രവൃത്തികൾ ഫുൾഫിൽ ചെയ്യുവാൻ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ മുന്നേറണമെങ്കിൽ അത് സ്നേഹത്തിൽ കൂടെ ചെയ്യണമെന്ന് സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാരണമെന്ന് പറയുന്നു. പിന്നെ ഈ ക്യാരക്ടേഴ്സ് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ്, അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് പോൾ ഇവിടെ പറയുന്നുണ്ട്. ചാപ്റ്റർ 5:7-12 നമുക്കത് കാണുവാൻ കഴിയും. അതിനകത്ത് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദേ ഹിൻഡർ ദ ട്രൂത്ത്, അവർ സത്യത്തെ തടുക്കുന്നവരാണെന്ന് 7-ാമത്തെ വാക്യത്തിൽ. നിങ്ങൾ നന്നായി ഓടിയിരുന്ന സത്യം അനുഭവിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തത്. അപ്പം ഈ സത്യത്തെ അവർ തടുക്കുന്ന അവരുടെ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഫോൾസ് ടീച്ചേഴ്സ്, ദേ വിൽ ഹിൻഡർ ദ ട്രൂത്ത്, അല്ലെങ്കിൽ ദൈവ സന്നിധിയിൽ ആ സത്യത്തിനെ തടുക്കുന്നവരാണ് അവരെന്ന് പറയുന്നു. ദേ ആർ നോട്ട് ഫ്രം ദ ഗോഡ്. 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അപ്പൊ അത് വിളിച്ചവന്റെ പ്രവൃത്തിയല്ല അവർ ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഫ്രം ദ ഗോഡ്. അവർ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ് സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വചനത്തിൽ നിന്നാണോ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുന്നത് എന്ന് എപ്പോഴും നമ്മൾ ശോധന ചെയ്യണം. ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആണോ സംസാരിക്കുന്നതെന്ന്. അത് എന്ന് വെച്ചാൽ ഈ മറ്റൊരു സുവിശേഷം അല്ലെങ്കിൽ ഈ ദുരുപദേശം നമ്മളെ മയക്കിക്കളയും. നമ്മൾ തന്നെ അറിയാണ്ട് അതിൽ വീണു പോകുവാൻ ചാൻസ് ഉണ്ട്. അന്ന് പൗലോസ് അത് പഠിപ്പിച്ചിട്ട് അവരതിൽ വീണു പോയെങ്കിൽ എത്ര നമ്മൾ സൂക്ഷിക്കണം. പിന്നെ പറയുന്നു 9 പറയുന്നു, ദേ കണ്ടാമിനേറ്റ് ദ ചേർച്ച്, ചർച്ചിനെ തന്നെ അത് മലിനമാക്കി കളയും. നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ തടുത്തത് 9 അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. തീർച്ചയായും ഒരു കുറച്ചു മതി അത് മൊത്തം പുളിപ്പിച്ച് കളയുമെന്ന് കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒരു വ്യക്തി മതി അത് ദൈവസഭയെ മുഴുവൻ അത് പ്രയാസത്തിലേക്ക് കലക്കത്തിലേക്ക് കൊണ്ടുപോകുവാൻ അത് കാരണമായി തീരുമെന്ന് ഇവിടെ പറയുന്നു. പിന്നെ പറയുന്നു they will be judged, അവരെ ദൈവം ന്യായം വിധിക്കുമെന്ന് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫോൾസ് ഡോക്ട്രിൻസുമായി കടന്നു വരുന്നവരെ ദൈവം ശിക്ഷ വിധിക്കുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ക്രിസ്തു പാപികളോട് എങ്ങനെ ഇടപെട്ടെന്ന് നമുക്കറിയാം. ആർദ്രതയോടെ സ്നേഹത്തോടെ പാപികളെ തള്ളിക്കളഞ്ഞില്ല, അവരെ ചേർത്തു, അവരോട് മനസ്സലിഞ്ഞു, അവരെ പാപം ഇനി ചെയ്യലെന്ന് പറഞ്ഞ് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ നിന്ന് നോക്കിക്കേ, ദുരുപദേശം ചെയ്യുന്ന അല്ലെങ്കിൽ ഇടർച്ച വരുത്തുന്നവനെ ദൈവം വളരെ ശക്തമായി പറയുന്നു. അവിടെ പല രീതിയിലുള്ള പാപികൾ കടന്നു വന്നു, എന്നാൽ അവരോടൊന്നും ഇടപെട്ട രീതിയിലല്ല കർത്താവ് ഇവിടെ ഇടപെടുന്നത്. അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ അല്ലെങ്കിൽ വലിയൊരു കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി അങ്ങനെ ആ ജഡ്ജ്മെന്റ് ആണ്, വളരെ വലിയ ജഡ്ജ്മെന്റ് ആണ് അവർക്ക് കർത്താവ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ജെയിംസ് ചാപ്റ്റർ 3:1 പറയുന്നുണ്ട്, സഹോദരന്മാരെ, അനേകം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. തീർച്ചയായും, കാരണം നിങ്ങൾ ആരെയെങ്കിലും തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷാവിധി വലുത്. നമ്മൾ വചനവുമായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തെറ്റിച്ചു കളയുന്നെങ്കിൽ അതിന്റെ ശിക്ഷാവിധി വലുതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാഗൽഭ്യത്തോടെ വളരെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി ദൈവം ഏൽപ്പിച്ച
അലിയ ശുശ്രൂഷകൾ ദൈവകൃപയിൽ ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരുമല്ലിയ. അതിനായി നമ്മൾ പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിന്നെ ഇവരാണ് ഈ ഏറ്റവും കൂടുതൽ അല്ലെ ഈ ഫോൾസ് ടീച്ചേഴ്സ് ആണ് ട്രൂ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ട്രൂ ഡോക്ടറിനുമായി നിൽക്കുന്നവരെ പെർസിക്യൂട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ പെർസിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അല്ലെ കർത്താവിന്റെ സുവിശേഷത്തിന് എതിരെ അല്ലെങ്കിൽ അതിനു സത്യസുവിശേഷമായി നിൽക്കുന്നവരെ അവർ കൂടുതൽ പെർസിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1 Corinthians chapter 1 verse 22-24 നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ ഈ സത്യസുവിശേഷവുമായി നിൽക്കുന്നവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, അവർക്കെതിരെ ഈ ക്രൂശിന്റെ വചനം ഇടർച്ചയായി തീർന്നെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നത് ഇപ്രകാരമുള്ള വ്യക്തികളാണ്. നമുക്കറിയാം പലയിടത്തും ക്രൂശ് പ്രസംഗിക്കണ്ട, ക്രൂശിനെ കുറിച്ച് പറയണ്ട, അവിടെ ഇടർച്ചയായി തീരുമെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾക്കറിയാം പുറത്തോട്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന് സുവിശേഷവുമായി കടന്നു ചെല്ലുമ്പോൾ യേശു സ്നേഹിക്കുന്നു, യേശു സൗഖ്യമാക്കും, യേശു യേശു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും, ഇതൊക്കെ പറയുവാൻ പലപ്പോഴും സമ്മതിക്കും. എന്നാൽ ക്രൂശ് കടന്നു വരുമ്പോൾ അത് ഇടർച്ചയ്ക്ക് കാരണമായി തീരും. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് പാപികൾക്ക് വേണ്ടിയിട്ടാണ്. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷ ഉള്ളെന്ന് പറയുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും പലരും അതിനെ മാറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ പലരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂശ് ഇല്ലാണ്ട് യേശു ക്രിസ്തുവിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാം. ക്രൂശ് ഇല്ലെങ്കിൽ സുവിശേഷം പൂർണ്ണമാകത്തില്ല. യേശു ക്രിസ്തു ക്രൂശിൽ പാപയാഗമായി തീർന്നത് കൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. അതുകൊണ്ട് ക്രൂശിതനായ യേശുവിനെയാണ് നമ്മൾ ഉയർത്തേണ്ടത്. ക്രൂശ് കൂടാണ്ട് നമുക്ക് രക്ഷയില്ല. ക്രൂശ് കൂടാണ്ട് പാപ വിമോചനമില്ല. യേശു ക്രിസ്തു നമ്മൾ എവിടെയും പ്രസംഗിക്കേണ്ടത്, എവിടെയും പറയേണ്ടത് ക്രൂശിതനായ യേശുവിനെ കുറിച്ചാണ്. ഇത് ഇടർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് പറയുന്നു. അപ്പോൾ അവർ ഈ ഫോൾസ് ഡോക്ട്രിൻസുമായി നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ ട്രൂ ഡോക്ട്രിനുമായി നിൽക്കുന്നവർക്കെതിരെയാണ്. പിന്നെ പറയുന്നത് ദേ ഷുഡ് ബി കട്ട് ഓഫ്. 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം കൊണ്ടാൽ കൊള്ളായിരുന്നു. അപ്പൊ എത്ര ശക്തമായിട്ടാണ് അവിടെ പൗലോസും പറയുന്നത്. പൗലോസിന്റെയും യേശുക്രിസ്തുവിന്റെയും ഭാഷകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരേപോലെയാ, വളരെ ശക്തമായിട്ടാണ് അവരെ ഈ അംഗച്ഛേദം ചെയ്താൽ കൊള്ളായിരുന്നു പറയുന്നതിന് കാരണം അവിടെ ഈ ഏഷ്യൻ മൈനറില് ഒരു പേഗൻ ഗോഡസ് ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് സൈബീൽ എന്ന് പറഞ്ഞൊരു പേഗൻ ഗോഡസിനെ അവിടുത്തെ സന്യാസിമാർ ആരാധിച്ചിരുന്നു. അവരെന്താ ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും അവരുടെ ശരീരത്തെ തന്നെ വിച്ഛേദിക്കുന്ന അല്ലെങ്കിൽ അംഗച്ഛേദം ചെയ്യുന്ന പ്രവൃത്തി ചെയ്ത് ആ ഗോഡസിനെ പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ ദേവനെ പ്രീതിപ്പെടുത്തുവാൻ നോക്കിയിരുന്നു. അപ്പൊ ആ സൈബീൽ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ പോയി ചെയ്തോ, നിങ്ങളെ തന്നെ അല്ലെങ്കിൽ അവരങ്ങനെ അംഗച്ഛേദം ചെയ്തോട്ടെ എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അന്ന് അവിടെ അപ്രകാരം ചെയ്തിരുന്നവരെ പോലെ ഇവർ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത്ര ശക്തമായിട്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പിന്നെ അടുത്തത് ഗലേഷ്യൻസ് ചാപ്റ്റർ 13-15 കോൾ ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടു. നമുക്ക് ക്രിസ്തു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കരുതെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. ഇവിടെ 2 എക്സാമ്പിൾസ് പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ലീഗലിസവും ലിബറലിസവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യല്ല എന്ന് ഇവിടെ വളരെ പറയുന്നുണ്ട്. ഒന്ന് ലിബറലിസം എന്ന് പറയുമ്പോഴത്തേക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ
അല്ലെങ്കിൽ ലീഗലിസം നിയമവാദമായി കടന്നു പോകുന്ന അവസ്ഥ. ഹല്ലേലൂയ. പലപ്പോഴും നമുക്കറിയാം, ദൈവം തന്ന സ്വാതന്ത്ര്യത്തെ പലരും എന്തും ചെയ്യാവുന്ന അവസ്ഥയിലേക്ക്, രക്ഷ ലഭിച്ചു കഴിഞ്ഞു, ഇനി ഏത് രീതിയിലും ജീവിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെ കാലം മാറ്റപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതാ ദുരുപദേശം ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രിസ്തു അല്ലെ നിങ്ങളെ സ്വതന്ത്രരാക്കി, രക്ഷ നിങ്ങൾക്ക് കിട്ടി, ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ഹല്ലേലൂയ രക്ഷ ഉറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഹല്ലേലൂയ ആ അവസ്ഥയിലേക്ക്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഗോഡ് ഈസ് എൻ അൺചേഞ്ചിങ് ഗോഡ്. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ഹീ ഈസ് ഹോളി. ആ ഹോളിനെസ് ഇന്നും മാറിയിട്ടില്ല. അവൻ ഇന്നും എന്നും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയി ഒരിക്കലും ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം തീരുവാൻ ഇടയായി തീരരുത്. ഹല്ലേലൂയ. വിശുദ്ധിയോടുള്ള ആദരവായിരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധിയോടുള്ള ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയോടുള്ള റെവറൻസ് ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കുന്നത്, അവൻ പരിശുദ്ധൻ 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 എന്നാണ്. ഹല്ലേലൂയ. അല്ലാണ്ട് അവൻ സൗഖ്യദായകനാണ്, ഹീസ് കർത്താവ് കരുതുന്നവനാണ്, അല്ലെങ്കിൽ ഹീസ് ഷാലോം, അല്ലെങ്കിൽ യഹോവ ഷാലോം, അല്ലെങ്കിൽ കർത്താവ് കൃപാലുവാണ് എന്നല്ല പറയുന്നത്. ദൂതന്മാർ, സറാഫുകൾ കർത്താവിനെ വാഴ്ത്തുന്നത് ഹല്ലേലൂയ അവൻ പരിശുദ്ധൻ. ഹീസ് യാഹ്വയെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ ഹീസ് ഇൻഫിനിറ്റ്ലി ഹോളി. അവൻ ഹല്ലേലൂയ അവൻ നിത്യത മുതൽ നിത്യത വരെ ഒരിക്കലും മാഞ്ഞു പോകാത്ത, ഒരിക്കലും തീരാത്ത ഹോളിനെസ് ആണ്. അതാണ് കർത്താവിന്റെ മുഖമുദ്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ആ പ്രമാണം മാറ്റുക എന്നുള്ളതല്ല, കർത്താവിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ടത്. സറാഫുകൾ വാഴ്ത്തുന്ന, അവിടെ ഐസയ ചാപ്റ്റർ 6:2-4 പറയുന്ന സറാഫുകൾ അവന് ചുറ്റും നിന്ന്, ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. യഹോവ ഇരേ 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 എന്നല്ല അവിടെ പറയുന്നത്, ഹീസ് ഹോളി ഹീസ് ഹോളി ഹീസ് ഹോളി. ദൈവം പരിശുദ്ധൻ 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 എന്നാണ് സറാഫുകൾ വാഴ്ത്തുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അവന്റെ ഏറ്റവും വലിയ മുഖമുദ്ര, അവൻ പരിശുദ്ധനാണ്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികന്മാരാകരുത്. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുന്ന കർത്താവ് പറയുന്ന, കർത്താവ് സൗഖ്യദായകനാണ്, കർത്താവ് സ്നേഹമാണ്, എല്ലാമാണ്. ഹല്ലേലൂയ. എന്നാൽ അവന്റെ മുഖമുദ്ര പരിശുദ്ധിയാണ്. ദൈവം തന്റെ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ പകർന്നിരിക്കുന്നുവെങ്കിൽ അത് ദാസ്യത്വത്തിന്റെ അല്ല. ഹല്ലേലൂയ. അത് വിശുദ്ധമാണ്, പരിശുദ്ധമായ ആത്മാവിനെയാണ് നമ്മൾ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാനദണ്ഡത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുവാൻ ഇടയാകരുത്. അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിപ്പാനാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്. എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ടല്ല നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നത്? അതും കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പ്രിയ അങ്കിളിലൂടെ കേട്ടതുപോലെ, ടു ഒപ്പോസ് ദ ഫ്ലഷ്, അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളോട്, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുവാൻ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ അവിടെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. തീർച്ചയായും ഇത് ജഡത്തിന് അവസരമാക്കുവാനല്ല, ആ ഫ്ലഷിനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാൻ. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്, ജഡത്തിൻ്റെതായ ഇച്ഛകൾ കടന്നു വരാം. അപ്പോൾ എന്തിനാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്? ആ സ്വാതന്ത്ര്യം
ടു ഒപ്പോസ് ഫ്ലഷ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു 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 കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു റെസ്ലിങ് അല്ലെങ്കിൽ എപ്പോഴും ഉണ്ട് ആത്മാവും അല്ലെങ്കിൽ ജഡവുമായിട്ട്. അപ്പോൾ ആത്മാവിനാൽ ഈ ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. പിന്നെ പറയുന്നു അല്ലെങ്കിൽ ടു സേർവ് അതേഴ്സ്, മറ്റുള്ളവരെ അല്ലെങ്കിൽ കർത്താവ് സേവിച്ചതുപോലെ മറ്റുള്ളവരെ സേവിപ്പാൻ. 13-ാമത്തെ വാക്യം അവസാനം പറയുന്ന പോലെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവാൻ. അല്ലെങ്കിൽ ആ കർത്താവ് എന്തിനു വേണ്ടിയാണ് നമുക്കിത് തന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവരെ സേവ് ചെയ്യാൻ കർത്താവ് കാണിച്ചു തന്ന മാതൃക അതാണ്. ശിഷ്യന്മാരുടെ കാല് കഴുകി, അല്ലെങ്കിൽ അവൻ ദാസനായി തീർന്നു, അവൻ വേഷത്തിൽ മനുഷ്യനായി തീർന്നു, അല്ലെങ്കിൽ ദാസരൂപം എടുത്തു, അവൻ എല്ലാ മഹിമകളെയും വിടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് കടന്നു വന്നു. സൃഷ്ടിതാവ് സൃഷ്ടിയുടെ കാല് കഴി, സൃഷ്ടിതാവ് സൃഷ്ടിയാൽ താൻ സ്നാനമേറ്റു, എല്ലാ മാതൃക കാണിച്ചു തന്നു. ഒരിടത്തും പിതാവിന്റെ ഇഷ്ടത്തിന് അവിപരീതമായി നിന്നില്ല. പിന്നെ പറയുന്നു ടു ഫുൾഫിൽ ഗോഡ്സ് മോറൽ ലോ. അവിടെ ഇപ്പൊ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ നെയ്ബറിനെ, നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ പോലെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. ഫ്ലഷിനെ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ. പിന്നെ പറയുന്നു ടു അവോയ്ഡ് ഹാമിങ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതിരിപ്പാൻ. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അപ്പം എന്തിനാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്? മറ്റുള്ളവർ ഞരങ്ങിപ്പോവാൻ നമ്മുടെ സ്വഭാവം കൊണ്ടോ, നമ്മുടെ വാക്ക് കൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ ശുശ്രൂഷ കൊണ്ടോ ഇടവരരുത്. മറ്റൊരാൾ ഒടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ആകിപ്പോകുവാൻ ഇടവരരുത്. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അതിനുള്ള ചാൻസ് ഉണ്ട്. ലോകത്തിൽ അതുപോലെ ശത്രു വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. എതിർ ക്രിസ്തു അവന്റെ മുഴു ശക്തിയോടുകൂടി അവന്റെ പ്രവൃത്തിക്കായി ഒരുങ്ങി മുന്നേറുന്നു. അതിനെ തടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് ദൈവസഭയാണ്. പരിശുദ്ധാത്മാവിനെ ദൈവസഭയെ പകർന്നിരിക്കുന്നു. എന്ന് ഈ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുവോ അന്ന് ഇവിടെ ആന്റി ക്രൈസ്റ്റ് വിൽ അപ്പിയർ. തീർച്ചയായും ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ദൈവം നമുക്ക് നൽകിയ ആ കൃപയിൽ ആശ്രയിച്ച് സ്വാതന്ത്ര്യം അത് ദുർവിനിയോഗം ചെയ്യാതെ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ സ്വതന്ത്രരാക്കിയെന്നുള്ള അത് മനസ്സിലാക്കി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതെ ജഡത്തിന്റെ ഇച്ഛകൾക്കെതിരെ പോരാടി ദൈവം കാണിച്ചു തന്ന മാതൃക പ്രകാരം മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരാതിരിപ്പാൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവരായി തീരുവാൻ, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് നയിക്കുവാനായിട്ടാണ് ക്രിസ്തു അടിമകളായിരുന്ന ശത്രുവിന്റെ അടിമകളായി മരണത്തിന് അധികാരിയായ പിശാചിൽ നിന്ന് നമ്മളെ വിടുവിച്ച് സ്വതന്ത്രമാക്കിയത്. അത് ദുർവിനിയോഗം ചെയ്യാതെ ആ സ്വാതന്ത്ര്യം തന്ന കർത്താവിന്റെ ഹിതപ്രകാരം ജീവിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് നെക്സ്റ്റ് ആത്മാവിലുള്ള ജീവിതം ഹൗ ടു വാക്ക് ഇൻ ദ സ്പിരിറ്റ് അതിനെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. 16-ാമത്തെ വാക്യം തൊട്ട് എങ്ങനെയാണ് ആത്മാവിലുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടതെന്ന്. ഈ പഠിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. അടിയനെയും ഇതിനു മുമ്പിൽ സമർപ്പിക്കുന്ന ദൈവദിന പ്രകാരം ജീവിക്കുവാൻ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.